ഇതാണ് ഇതിൻ്റെ ഒരു, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു എൻ്റെ അനുഭവത്തിൽ നിന്നും ബ്രഹ്മോഷി ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തരുന്നൊരു എല്ലാ ഇന്നത്തെ വേദാന്ത പ്രചാരകരും മറ്റേ സന്യാസ സമൂഹങ്ങളോട് പറയാനുള്ള ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നൊരു കാര്യം പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സംഭവത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ള സാധാരണ ദുഷ്ടയം അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം അറിയുക. ചെറിയൊരു കാര്യമില്ല. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ, അനുഭവത്തിലൂടെ അന്വേഷിക്കുമ്പോൾ, അവിടെ അനിത്യങ്ങളായത് ഇല്ലാണ്ടാവുമ്പോൾ നമുക്കൊരു മാനസിക പരാക്രമം വരും. അവിടെയാണ് ഭഗവത്ഗീതയുടെ ഉപദേശം വരുന്നത്. ഈ നിത്യമായതിനെ മാത്രം ദർശിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന നോർമൽ കോൺഷ്യസ്നസ്സിനെ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ട് ആ അനുഭവത്തെ മാത്രം പിന്തുടരാനുള്ള ഒരു മോക്ഷുപഥം എന്ന് പറഞ്ഞാൽ അതാണ്. സാലോക്യമുക്തനാണത്. എളുപ്പമുള്ള കാര്യമുള്ളത്. നിങ്ങൾ ഈ ശ്ലോകം വെച്ചടിച്ച് ആൾക്കാരെ സൂചിപ്പിച്ച് നിങ്ങൾക്ക് വായി തോന്നി പറയണ പരിപാടി പോലെയല്ല സുഹൃത്തുക്കൾ, സന്യാസി സുഹൃത്തുക്കളെ. യഥാർത്ഥമായ സന്യാസവും അതുപോലെ തന്നെ ഭാരതീയ വേദശാസ്ത്രത്തിൻ്റെ സയൻറ്റിഫിക് വേർഷനും ആദിദൈവികം ആദിഭൗതികം എന്ന് പറയുന്ന അനുഭവതലത്തിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അതിൽ നമുക്ക് സംശയം വരുമ്പോൾ, അനുഭവത്തിൽ നിന്ന് ഉണരുന്നൊരു വ്യക്തിക്ക് സംശയം വരുമ്പോൾ കൊടുക്കേണ്ട നോട്ടാണ് ഭഗവത്ഗീത, ഉപനിഷത്ത്, അതുപോലെ തന്നെ മറ്റുള്ള ഈ പറയുന്ന ഋഷിമാരുടെ വാക്യങ്ങളെല്ലാം. ഇതൊരു മനുഷ്യനെ സുഖിപ്പിക്കാനോ കുറേ ആൾക്കാരെ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവരെ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളുടെ കുറച്ച് ആൾക്കാരാക്കി കുറേ സമൂഹത്തിൻ്റെ മുമ്പിൽ പണ്ഡിതന്മാരാവാനൊന്നുമല്ല. ഇത് പറയുന്നൊരു ഉദ്ദർശി പുരുവനാണോ? എന്നെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാം. ഞാൻ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല, ഞാനിത് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ പറയുന്ന വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്ത്, വിവേകം വൈരാഗ്യം ആണ് അതിൻ്റെ അടിസ്ഥാനം. ഈ വൈരാഗ്യം സംഭവിക്കുക എന്ന് പറയുന്നത് മോക്ഷമായി. വൈരാഗ്യം എന്ന് പറയുന്നത് സുഖ ദുഃഖ ചിന്തകൾക്ക് അതീതമായിട്ട് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതെങ്ങനെയെന്ന് പറയുന്നതാണ് ഷഡ്സമ്പത്ത്, ആറെണ്ണം. അപ്പോൾ ഈ ആറെണ്ണം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മുമുക്ഷുപതായി മാറുന്നു പറയണത്. ഈ തലച്ചോറ് പണയം വയ്ക്കുകയാണ്, നമുക്ക് ത്യാഗം ചെയ്യുകയാണ്. മറ്റെല്ലാത്തിൽ നിന്നും വിട്ടിട്ട് ഈ ബ്രെയിനിനെ പൂർണ്ണമായിട്ട് 6 ലോകങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർലേഷൻ ടെക്നോളജിയാണ് ഈ ശങ്കരാചാര്യ പറഞ്ഞു പോയിട്ടുള്ളത്. ചെറിയ കാര്യമൊന്നുമല്ല, ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ പുണ്യങ്കായി അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഭ്രാന്തനായി എന്തൊക്കെയായിന്ന് പറയും. എൻ്റെ പേരിൽ കേസുണ്ട്. എന്നെ ഞാൻ കേൾക്കാത്തൊന്നുമില്ല. കഴിഞ്ഞ ഒരു 2 വർഷം